ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ അന്ന് ട്രിവാൻഡ്രത്തേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പക്ഷേ പ്രിൻസ് അവിടെ പോയി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ട്രെയിൻ ദ ഹോൾ കമ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ഷേക്കിങ്. അന്നേരം ശരിക്കും പറഞ്ഞാൽ ആ നേരത്ത് കംപ്ലീറ്റ് ഇരുട്ടാണെങ്കിലും പെട്ടെന്ന് മേലെ നിന്നൊരു വെളിച്ചം കണ്ടു. അപ്പോൾ എനിക്ക് അറിയാമായിരുന്നു, ഓർമ്മ വന്നപ്പോൾ അറിയാം ഞാൻ ഈ ബോയ്ക്കകത്താണ്, പുറത്തേക്ക് എങ്ങനെ വരുന്നൊന്നും ഒന്നും കാണില്ല, എങ്ങോട്ടാണ് സ്വിമ്മിങ് ഒന്നും അറിയില്ല. ഒരു ടൊർണോഡോ ഇല്ല, ഒന്നുമില്ലായിരുന്നു, ഒരു ചെറിയ ഡ്രിസിലുണ്ടായിരുന്നു, അല്ലാതെ ഒരു കൊടുങ്കാറ്റില്ല, വലിയ മഴയൊന്നുമില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു നോ എന്ന് പറഞ്ഞ് എന്നെ അറിയാം. ഞാൻ പറഞ്ഞു ഡോൺ ഗോ ഫോർ ആൻ ആർഗ്യുമെൻറ്റ്. ഞാനന്ന് കേരള ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിലൊന്ന് 1988 ജൂലൈ 8 നടന്ന പെരുമൺ ദുരന്തം. പാളം തെറ്റിമറിഞ്ഞ ഐലൻഡ് എക്സ്പ്രസിലെ 105ഓളം ജീവനുകളാണ് അന്ന് അഷ്ടമുടി കായലിൻ്റെ ആഴങ്ങൾ കവർന്നെടുത്തത്. ഇന്ന് അഴിമുഖത്തോടൊപ്പം ചേരുന്നത് ആ ദുരന്തത്തിൽ നിന്നും വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ട NG ജോസ് എന്നയാളാണ്. സാറിൻ്റെ ഒരു പഴയ കാലത്തെക്കുറിച്ച്, ആ ഒരു യുവത്വം തുളുമ്പി നിൽക്കുന്ന ആ ഒരു ഓർമ്മകളുണ്ട്, നമുക്ക് ആ ഓർമ്മകളിലൂടെ ഒന്ന് ആദ്യം പോകും. സാറിൻ്റെ നാട് തൃശ്ശൂരാണ്. അതെ. ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ ഫാദർ വാസ് വർക്കിംഗ് ഫോർ സ്റ്റേറ്റ് ബാങ്ക് മൈസൂരിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്തു ഫാമിലി. ഞാൻ അവിടെ നിന്ന് സെൻറ്റ് ജോസഫ്സ് കോളേജിൽ പഠിച്ച് അവിടെ നിന്ന് കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് ആണ് ഞാൻ ജോലിക്ക് കയറുന്നത്. എൻ്റെ ആദ്യത്തെ ജോലി അലംബിക് ഫാർമസ്യൂട്ടിക്കലിലായിരുന്നു. അതിനു വേണ്ടി ഞാൻ എൻ്റെ പോസ്റ്റിംഗ് കേരളത്തിലായിരുന്നു. അങ്ങനെ കേരളത്തിലേക്ക് വന്നു. പക്ഷെ ഇവിടെ വന്നാൽ ഞാൻ അന്നത്തെ കാലത്ത് ഒത്തിരി ഞങ്ങൾ മെയിനായിട്ട് യൂസ് ടു മീറ്റ് അവർ കസ്റ്റമേഴ്സിന് പോകുന്നത് നാട്ടിൽ ബൈക്കിലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ മീറ്റിങ്ങിനെല്ലാം പോകുമ്പോൾ ബാംഗ്ലൂർ പോകുമ്പോൾ ട്രെയിനിലാണ് പോകാറ്. അങ്ങനെ ഒരു ട്രെയിനിങ്ങിന് ഒരു ബാംഗ്ലൂർ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരല്ല, ഞാൻ എൻ്റെ മോൻ എന്ന് ട്രിവാൻഡ്രത്ത് ഒരു ബോർഡിംഗ് സ്കൂളിലായിരുന്നു, സെൻറ്റ് തോമസ് ബോർഡിംഗ് സ്കൂളിൽ. അപ്പോൾ അവനെ കാണാൻ വേണ്ടി പോവായിരുന്നു. ഞാനൊരു സിംഗിൾ പേരൻ്റ് ആയിരുന്നു. ഐ ബ്രോട്ട് ഹിം അപ്പ്. അപ്പോൾ അവനെ കാണാൻ പോകുമ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഓൺ 7th of July. അപ്പോൾ 6th ജൂലൈന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടത്. 7th മോർണിംഗ് ഞാൻ എറണാകുളം പാസ് ചെയ്യുമ്പോൾ എൻ്റെ ബ്രദറിൻ്റെ സിസ്റ്ററും പറഞ്ഞ് ബർത്ത്ഡേ കൂടി പോകാമെന്ന് പറഞ്ഞ് അവിടെ ഞാൻ ഐ ടുക്ക് എ ബ്രേക്ക് ഓഫ് ജേർണി. അന്നത്തെ കാലത്ത് ഐലൻഡ് എക്സ്പ്രസ്സിൽ AC കമ്പാർട്ട്മെൻ്റ് ഇല്ല, ഫസ്റ്റ് ക്ലാസ് മാത്രമേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ അന്ന് ട്രിവാൻഡ്രത്തേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പക്ഷെ അന്നത്തെ കാലത്ത് നമുക്ക് ബ്രേക്ക് ഓഫ് ജേർണി എടുക്കാം, ഇത്ര കിലോമീറ്റർ കഴിഞ്ഞ് അതേ ടിക്കറ്റ് വെച്ച് വിത്തിൻ 3 days വീണ്ടും പോകാം. അങ്ങനെ എൻ്റെ ബ്രദറിനും സിസ്റ്ററും പറഞ്ഞ എനിക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ബ്രേക്ക് ചെയ്തു. അടുത്ത ദിവസം ഞാൻ ഇതേ ട്രെയിനിൽ കയറി, അതായത് ജൂലൈ 8 ബർത്ത്ഡേ കഴിഞ്ഞ് 8 അവിടെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഒരു പഴയൊരു പരിചയക്കാരനെ പ്ലാറ്റ്ഫോമിൽ കണ്ടു. അയാളുടെ പേര് പ്രിൻസ് മാത്യു എന്നാണ്. പേര് പറയാൻ കാരണം അങ്ങോട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. പ്രിൻസ് മാത്യുവിൻ്റെ മകനും എൻ്റെ മോനും ട്രിവാൻഡ്രത്ത് സെൻറ്റ് തോമസ് സ്കൂളിൽ ബോർഡേഴ്സായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ പ്രിൻസിനെ കണ്ടപ്പോൾ ഞാൻ പുള്ളിയെ കൈകാട്ടി പ്ലാറ്റ്ഫോമിൽ വിളിച്ചു. പുള്ളി വന്നപ്പോൾ ഞാൻ പറഞ്ഞു കയറാൻ പറഞ്ഞപ്പോൾ ഇല്ല, എൻ്റെ 2nd ക്ലാസ് ടിക്കറ്റാണ്, ഞാൻ അപ്പുറത്ത് കയറണം. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൂപ്പയിൽ ആരും ഇല്ലായിരുന്നു. അപ്പം എന്നാൽ സംസാരിക്കാൻ ആളുണ്ടെന്ന് വിചാരിച്ച് ഞാൻ പ്രിൻസിൻ്റെ കൂടെ പോയി 2nd ക്ലാസ്സിൽ കയറി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് അവിടുന്ന് യാത്ര തുടങ്ങിയത്, ഞാനും പ്രിൻസും. അധികം പേര് ഉണ്ടായിരുന്നില്ല. മുമ്പിലൊരു ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുള്ളൊരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ പ്രിൻസായിട്ട് സംസാരിച്ച് ശാസ്ത്രങ്ങോട്ട് വരെ ഞങ്ങൾ ഒരുമിച്ച് വർത്തമാനം അവിടെ വെച്ച് പരിപ്പുവടിയും ചായയെല്ലാം കുടിച്ച്. ഇപ്പോൾ പ്രിൻസ് പറഞ്ഞു ജോസ് ഒത്തിരി വായിച്ചുള്ള ഒരു നോവലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടി കുറച്ച് നേരം ഡോറിൻ്റെ അവിടെ പോയി നിൽക്കിട്ടെന്ന് പ്രിൻസ് അങ്ങോട്ട് മാറി. പക്ഷേ പ്രിൻസ് അവിടെ പോയി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ട്രെയിൻ ദ ഹോൾ കമ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ഷേക്കിങ്. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായിരുന്നു? എനിക്ക് മനസ്സിലായത് ട്രെയിൻ മറയാൻ പോകണമെന്ന് അറിയായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ പെട്ടെന്ന് ഈ മറിഞ്ഞു കഴിഞ്ഞാൽ തലയിൽ മേജർ ഇഞ്ചുറി വരാതിരിക്കാൻ തലേന്ന് ഇടിക്കുന്ന വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഈ ബെർത്തിൻ്റെ ചെയിൻ അവിടെ തൂങ്ങി കിടക്കുന്നത് അതേ കയറി പിടിച്ചു. അത്രയും എനിക്ക് ഓർമ്മയുള്ളൂ. അടുത്തത് ഞാൻ ഓർമ്മ വരുമ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ അടിയിലാണ്. സാറിന് ആ ഒരു സമയത്ത് പെട്ടെന്ന് രക്ഷപ്പെടാൻ എങ്ങനെ പറ്റും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ?
സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഓർമ്മ വരുമ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ ഒന്നും കാണുന്നില്ല, എല്ലാം ഇരുട്ടാണ്. കായലിൻ്റെ അടിയിലായിരുന്നു, ഒരു ബ്രിഡ്ജിൽ നിന്നാണ് ഇത് വീണത്. അപ്പോൾ എനിക്ക് അറിയാമായിരുന്നു, ഓർമ്മ വന്നപ്പോൾ അറിയാം, ഞാൻ ഈ ബോയ്ക്കകത്താണ്, പുറത്തേക്ക് എങ്ങനെ വരുന്നൊന്നും ഒന്നും കാണില്ല, എങ്ങോട്ടാണ് സ്വിമ്മിങ് ഒന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞു, ഞാൻ വാസ് അബൌട്ട് ടു മരിക്കാൻ പോകണമെന്ന് എനിക്ക് തീരുമാനിച്ചു. പക്ഷെ പെട്ടെന്ന് ഞാൻ എൻ്റെ മോൻ ഓർത്തു. എന്നാൽ എൻ്റെ മോൻ 11 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ അന്നേരം മോൻ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മൾ നെഞ്ചുരുക്കി പ്രാർത്ഥിക്കും, എന്നും പ്രാർത്ഥിക്കും നമ്മൾ, പക്ഷേ മിക്കവാറും ഒരു ലിപ് സർവീസ് ആണെന്ന് എനിക്ക് തോന്നണം. പക്ഷേ നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുന്നത് ചിലപ്പോഴാണ്. അന്ന് ഞാൻ നെഞ്ചുരുക്കി പ്രാർത്ഥിച്ചു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്നെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. എൻ്റെ മോൻ, ഞാൻ എ സിംഗിൾ പാരൻറ്റ്, എൻ്റെ മോൻ ഒരു ഓർഫനായി പോവും, അപ്പം എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പുറത്തേക്ക് വരാമെന്നുള്ളൊരു മനസ്സിലൊരു ധൈര്യം വന്നു. അന്നേരം ശരിക്കും പറഞ്ഞാൽ ആ നേരത്ത് കംപ്ലീറ്റ് ഇരുട്ടാണെങ്കിലും പെട്ടെന്ന് മേലെ നിന്നൊരു വെളിച്ചം കണ്ടു. അപ്പോൾ അത് എനിക്ക് തോന്നി അന്നേരം ബോഗി ചെരിഞ്ഞാക്കി എടുക്കണേ, വിൻഡോന്നാണ് കുറേശ്ശെ വെളിച്ചം വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അവിടെ ചിലപ്പോൾ മേലെ എയർ കിട്ടുമെന്ന് വിചാരിച്ച് പോയി. ഞാൻ അങ്ങോട്ട് മേലോട്ട് സ്വിം ചെയ്ത് പോയി. ഇപ്പോൾ അവിടെ ഫുൾ വെള്ളം തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി വെളിച്ചം പുറത്ത് തോന്നിയപ്പോൾ എനിക്ക് ഈ കൈ പുറത്തിട്ടപ്പോൾ കമ്പി ഈ വെള്ളത്തിൻ്റെ മേലെയായിരുന്നു, ട്രെയിനിൻ്റെ വിൻഡോയുടെ കമ്പി. അന്നേരം ഞാൻ വേഗം മൂക്ക് ഈ 2 കമ്പിയുടെ ഇടയിൽ മൂക്ക് വെച്ച് ശ്വാസം എടുത്തു. അടുത്തത് ഞാൻ എങ്ങനെയോ നമ്മൾ മരിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇല്ലാത്ത ശക്തി വരുമെന്ന് പറയും. സോ ഐ സ്ക്വീസ് മൈ ഹെഡ് ത്രൂ ഈ വിൻഡോയുടെ ഇടയിൽ അത്യാവശ്യം കുറച്ച് ബെൻഡ് ചെയ്ത് തല പുറത്തേക്ക് വന്നിട്ടു. അപ്പോഴാണ് എനിക്ക് കാണുന്ന ആക്സിഡൻറ്റ് സീന്. നമ്മൾ കായലിലാണ്, നമ്മൾ ഒരുപാട് ട്രെയിനിൻ്റെ ബോഗീസ് എല്ലാം ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ കിടക്കുന്നുണ്ട്, ചിലർ കുത്തി നിൽക്കുന്നുണ്ട്, ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്, ചില വെള്ളത്തിൻ്റെ അടിയിലാണ്. പിന്നീട് അറിഞ്ഞത് 9 ട്രെയിനിൻ്റെ ബോഗീസ് ഈ കായലിൽ വീണുണ്ടായിരുന്നു. അപ്പം അന്നേരം എനിക്ക് ഒരു തോന്നിയത് നമ്മൾ കായലിലേക്കാണ് ഈ ട്രെയിൻ വീണതെന്നുള്ളത്. അന്നേരം പ്രിൻസ് എന്ന് പറയുന്ന ഒരാൾ കൂടെ ഉണ്ടായിരുന്നല്ലോ. പ്രിൻസ് ബോയ്ക്കകത്തുണ്ടായിരുന്നു. അന്നേരം ഞാൻ ഈ ആക്സിഡൻറ്റ് ഞാൻ തല പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇനി ഒരു ഐഡിയ കിട്ടി, ഈ ബോഗി എങ്ങനെ കിടക്കണേ. അപ്പം ഞാനിത് ഇനി അവിടെ ഇതേ പൊസിഷനിലായത്, തല കഴുത്തിന് മേലെ ബോഗിയുടെ പുറത്താണ് കമ്പിയുടെ ഇടയിൽ, ബാക്കി ബോഡി വെള്ളത്തിലാണ്, സ്റ്റക്കായിട്ടാണ്. അവിടെ ഇനി ബോഗി ഒന്നുകൂടി താന്നു കഴിഞ്ഞ് എനിക്ക് തോന്നി ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ട്രാപ്പ് ഡൗൺ. അപ്പം ഞാൻ താഴെ എങ്ങനെയെങ്കിലും അടിയിൽ പോയി അണ്ടർ വാട്ടർ വന്ന് എനിക്കൊരു ഐഡിയ കിട്ടി. ഡോറിയോടെ പുറത്ത് വരാൻ നിൽക്കുമ്പോഴാണ് 2 ഈ മീൻപിടുത്തക്കാർ ഒരു വള്ളത്തിൽ വരുന്നുണ്ടായിരുന്നു. അവർ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചിങ്ങനെ, സാറ് കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. എന്നാൽ ഞങ്ങളുടെ അടുത്ത വിൻഡോയിൽ ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ കിടന്ന് പെടയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവരെ ആദ്യം എടുക്കില്ല, ഞങ്ങൾ എടുത്തോളം പറഞ്ഞു. അവർ 2 പേര് ഈ കമ്പി പൊട്ടിച്ചിട്ട് അവർ എടുത്തു പുറത്തേക്ക്. ഭാര്യയും ഭർത്താവും അവരുടെ സിസ്റ്റർ പക്ഷേ പിന്നീട് മരിച്ചു, ഞങ്ങൾ കരയിലെത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചു. 3 പേരെ ആദ്യം പുറത്തേക്ക് എടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ വിൻഡോയിൽ വന്ന് കമ്പികൾ പൊട്ടിച്ച് എന്നെയും പുറത്തേക്ക് പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ പ്രിൻസിനെ ഓർത്തു. പ്രിൻസ് കാരനാണ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ കയറാതെ ഇതിൽ വന്നത്. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് പിന്നീടാണ് ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് എനിക്ക് 9 ഫ്രാക്ചർ ഉണ്ടായിരുന്നു. എൻ്റെ റിബ്സ് 5 ഫ്രാക്ചേർഡായിരുന്നു, ഷോൾഡറിൽ 2 ഫ്രാക്ചർ ഉണ്ടായിരുന്നു, എൽബോ, പിന്നെ കൈയിൻ്റെ വിരൽ മിഡിൽ ഫയർ. പക്ഷെ അതൊന്നും വേദനയില്ല. അപ്പം ഞാൻ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ ബോഗിയുടെ മേലെക്കൂടെ ഇങ്ങനെ ഈ കായലിലെ ഓളം വരുമ്പോൾ ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് നടക്കാം, ഒരു ആംഗിളിൻ്റെ താഴത്തേക്ക് വെള്ളമുള്ളൂ. അപ്പം ഞാൻ പ്രിൻസിനെ പ്രിൻസ് അവസാനം ഡോറിൻ്റെ അവിടെ പോയി നിന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ വെള്ളക്കാർ ചോദിച്ചു, മീൻപിടുത്തക്കാർ, സാറ് എങ്ങോട്ട് പോകണം? ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് ഇതിൻ്റെ അടിയിലുണ്ട്, ഞാൻ പുള്ളിയെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സ്വിമ്മിങ് അറിയാവുന്നത് ഞാൻ വിചാരിച്ചിട്ട് ഡോറിയോടെ ഇറങ്ങി തപ്പാം, അവിടെയാണല്ലോ പുള്ളി. അപ്പോൾ ഈ മീൻപിടുത്തക്കാർ പറഞ്ഞു, സാറേ 20 മിനിറ്റായി, ഇനി ആരും വെള്ളത്തിൻ്റെ അടിയിൽ ഉള്ളവരാരും ജീവിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ പോയി പുള്ളിയെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, നിങ്ങളവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേ പിന്നെ വെള്ളക്കാർ ഈ മീൻപിടുത്തക്കാരെന്നെ ബലമായിട്ട് പിടിച്ച് വെള്ളത്തിൽ കയറ്റി. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ വെള്ളത്തിൽ ഈ 2 ഒരു ഭാര്യയും ഭർത്താവും അയാളുടെ സിസ്റ്റർ, ഞാൻ, പിന്നെ ഒരു പയ്യൻ അവിടെ ഉണ്ടായിരുന്നു.
ട്രെയിനിലുണ്ടായിരുന്നതാണ്. ട്രെയിനിലുണ്ടായിരുന്നു. ആ. അവന് എൻ്റെ മുമ്പിലാണ് ഇരുന്നത്. അവരൊരു ജർമ്മൻ ഫാമിലി ആയിരുന്നു, മലയാളീസ്. പിന്നീട് അറിയുന്ന അവൻ്റെ എല്ലാവരും മരിച്ചു, ഈ പയ്യൻ മാത്രമായിരുന്നു. അപ്പോൾ ഈ പയ്യൻ എങ്ങനെയോ നീന്തലറിയില്ല, എങ്ങനെയോ ഡോറിയോടെ അവൻ അള്ളി പിടിച്ച് പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വെള്ളത്തിൽ കയറി. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ എല്ലാവരും ഡാഡി മമ്മി എല്ലാവരും അവർ രക്ഷപ്പെടുത്തും, ഇല്ല എങ്കിൽ എല്ലാവരും പോയി എന്ന് പറഞ്ഞു. ആരും ഇല്ല. അപ്പോൾ വാക്കുകൾക്ക് ബലമില്ലായിരുന്നു ഞാൻ പറയുന്നതിന്. അപ്പോൾ അവസാനം അവനെ എൻ്റെ കെട്ടിപ്പിടിച്ചാണ്. എന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ പ്രായം എനിക്ക് തോന്നിയത്. അപ്പോൾ ജസ്റ്റ് അവനെ ഹഗ് ചെയ്ത് ഞാൻ എൻ്റെ കൂടെ, അവനായിരുന്നു എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പിന്നെ എനിക്ക് അവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഓരോ ചെക്കപ്പ്, ഓരോ ഇൻവെസ്റ്റിഗേഷനെ കൊണ്ടുപോയപ്പോഴാണ് പിന്നെ ഞാൻ ആ പയ്യനെ കണ്ടിട്ടില്ല. അവൻ എവിടെയാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ അവൻ്റെ അനിയത്തി പോയി, അവൻ്റെ പാരൻസും പെരുമൺ ആക്സിഡൻറ്റ് പോയി മരിച്ചുപോയി. ഈ പയ്യൻ മാത്രം സർവൈവ് ചെയ്ത്. അവൻ എവിടെയാണെന്ന് ഇപ്പം എനിക്കൊരു ഐഡിയ ഇല്ല. പ്രിൻസ് അതിനകത്ത് പിന്നെ കണ്ടിട്ടില്ല, എൻ്റെ ഫ്രണ്ട് പ്രിൻസിന്. പിന്നെ അത് പിന്നീടാണ് അറിയുന്നത്, ഇങ്ങനെ പ്രിൻസിൻ്റെ ഇനി ഓൾറെഡി മരിച്ചു കഴിഞ്ഞെന്നതല്ല. ഫാമിലി എങ്ങനെയാണ് അറിഞ്ഞത്? എനിക്കന്നേരം ഓർമ്മയ്ക്കൊന്നും ബസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഉടനെ തന്നെ എൻ്റെ അളിയനെ വിളിച്ച് പറഞ്ഞു എറണാകുളത്ത്. പിന്നെ അളിയനും വേറെ എൻ്റെ ഒരു കസിനും ഒരു ഫ്രണ്ടും കൂടെ പെട്ടെന്ന് കൊല്ലത്ത് വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ ഇത് എക്സ്റേയിലെടുത്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് നോക്കുമ്പോൾ എനിക്ക് 9 ഫ്രാക്ചർ ഉണ്ടായിരുന്നു. മാത്രമല്ല ക്രൗഡഡ് ആയിരുന്നു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ റൂമെല്ലാം. ഒരു ബെഡ് മുഴുവൻ ഒരു ഫ്ലോറിലെല്ലാം ആൾക്കാർ കിടക്കുക. ഈ ദുരന്തത്തിൽ പെട്ടത് ഫുള്ള്. മാത്രമല്ല ഡോക്ടേഴ്സിനെ അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത്, പുള്ളി കൊട്ടാരക്കരക്കാരനാണ്, ജോൺ എന്ന് പറയും. പുള്ളി പെട്ടെന്ന് നോക്കുമ്പോൾ എന്നോട് ചോദിച്ചു, നിൻ്റെ തലയ്ക്കകത്ത് വല്ല ആക്സിഡൻറ്റ് അല്ല തലയിൽ വല്ല ഇഞ്ചുറി? ഞാൻ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പെട്ടെന്ന് ഡോക്ടേഴ്സിനെ വിളിച്ച് നോക്കുമ്പോൾ എന്താ പുള്ളി ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ എൻ്റെ തലയോണയിൽ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പുള്ളി ശ്രദ്ധിച്ച് ബ്ലഡ്, പക്ഷെ അതിങ്ങനെ വലുതായി വരായിരുന്നു, ഏതാ ഒരു മാപ്പ് പോലെ. അങ്ങനെ ഡോക്ടേഴ്സ് നോക്കുമ്പോൾ എൻ്റെ തലയുടെ പുറകിൽ ഒരു വലിയൊരു കട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഡോക്ടർ ജോൺ സക്രിയാണെന്ന് പറഞ്ഞു. തിയേറ്ററിൽ മുഴുവൻ ഫുള്ളാണ്, ഇവിടെ വെച്ചിട്ട് കുറച്ചൊന്ന് പെയിൻ സഹിക്കണം. അങ്ങനെ അവിടെ വെച്ച് തന്നെ അവർ സൂച്ചർ ചെയ്തു എൻ്റെ ഈ തലയുടെ പുറകിലുള്ള കെട്ട്. അവിടുന്ന് എന്നെ പ്രൈവറ്റ് ബുബാസൻ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ് കൊല്ലത്തേക്ക് മാറ്റി. അപ്പോൾ അവിടെ എക്സ്റേ കഴിഞ്ഞപ്പോഴാണ് അവർ കാണുന്നത് എൻ്റെ 5 റിബ്സ് ഫ്രാക്ചറായിരുന്നു, 9 ഫ്രാക്ചറും കണ്ടത്. പിന്നെ അവിടെയായിരുന്നു ഞാനൊരു. അപ്പോൾ മോനെ കണ്ടു കഴിഞ്ഞപ്പോൾ സാറിൻ്റെ വലിയ സ്ട്രെങ്ത്, രക്ഷപ്പെടാനുള്ള വലിയ സ്ട്രെങ്ത് മോനായിരുന്നല്ലോ. അതെ അതെ. മോനെ കണ്ടപ്പോൾ അന്നേരം എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും സന്തോഷമാണല്ലോ. അവനും എന്നെ കണ്ടപ്പോൾ ഒരു ആശ. അവനും മനസ്സിലായിരുന്നു ഇത്രയും വലിയ ഒരു. അല്ല, അവന് കയറി വരുമ്പോൾ ഈ മരിച്ചവരെ കിടക്കുന്ന ഈ ഡെഡ് ബോഡീസ് അവൻ കാണുന്നത് ഈ കോറിഡോറിൽ മുഴുവൻ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഞാൻ സംസാരിക്കുന്നുണ്ട്, കണ്ടപ്പോൾ സന്തോഷമായി. അപ്പോൾ അവന് ഒരു വലിയൊരു കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം വളരെ സമാധാനമായി. സാറ് ശരിക്കും മരണത്തിൻ്റെ അറ്റം വരെ കണ്ട് പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരാളാണ്. അതിനുശേഷം ഈ പെരുമൺ ദുരന്തത്തിന് മുൻപും അതിനുശേഷവും സാറിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ഈ ഒരു ഇൻസിഡന്റ് സാറിൻ്റെ ജീവിതത്തെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. ജീവിതത്തിലെ ഒരു വെതർ നല്ല പാതയിൽ പോകണമെന്ന് അങ്ങനെ ബിലീഫ് ഉണ്ടാവില്ലേ സാറ് പറഞ്ഞു? അതുണ്ട് തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ഞാൻ പൊതുവേ കുറച്ചൊരു ദൈവവിശ്വാസിയാണ്. അന്ന് ആ രാത്രി ഞാൻ ഈ വെള്ളത്തിനടിയിൽ പ്രാർത്ഥിച്ചത് ദൈവം കേട്ടെന്ന് എനിക്കറിയാം. പണ്ട് തീർച്ചയായിട്ടും വെള്ളത്തിനടിയിൽ എനിക്ക് രക്ഷപ്പെടാൻ ഒരു ഇതില്ലായിരുന്നു. ആ പ്രാർത്ഥനയിലാണ് എനിക്ക് ആ ശക്തി കിട്ടിയെന്നുള്ളത് നല്ല അറിയാം. ഈ കമ്പി അന്ന് വളച്ചത് അന്ന് പേപ്പറിലെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഈ എൻ്റെ പേരുണ്ടായിരുന്നു. കമ്പി വളച്ച് തല പുറത്തേക്ക്. ഒരു നോർമൽ ഇതിൽ എനിക്ക് കമ്പി വളയ്ക്കാൻ പറ്റില്ല. അപ്പം ഡോക്ടേഴ്സ് പറയും നമ്മുടെ സാധാരണ ഒരു 30-40% ഓഫ് നമ്മുടെ ശക്തി ഉപയോഗിക്കുന്നു, പിന്നെ ക്രൈസിസ് വരുമ്പോൾ ബാക്കി ഫോഴ്സ് വരും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, പണ്ട് ഞാൻ വായിച്ചതാണ്, ഇഫ് യു ഹാവ് ദി ഫെയ്ത്ത് ഓഫ് എ മസ്റ്റേർഡ് സീഡ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിലേ യു ക്യാൻ മൂവ് എ മൗണ്ടൻ എന്നുള്ളത് ബൈബിളിനകത്ത് പറയുന്നുണ്ട്. എനിക്ക് ആ പോയിന്റ് എൻ്റെ മനസ്സിൽ പറയുന്നത്, ഓൺലി ബിക്കോസ് ഓഫ് മൈ ഫെയ്ത്ത് ഐ കുഡ് ബെൻഡ് ദ ബാർ ഓഫ് ദി, അല്ലെങ്കിൽ ഒരു അയൺ ബാർ ഫുള്ളായിട്ടല്ല, എൻ്റെ തല പുറത്തേക്ക് കൊണ്ടുവരാൻ മാത്രം എനിക്കത് ബെൻഡ് ചെയ്യാൻ പറ്റി.
എല്ലാം കൂടെ ശരിക്കും പറഞ്ഞ് ഞാനീ പറയുമ്പോൾ കുറേ ടൈമാണെങ്കിലും ഇതെല്ലാം നടന്നത് ഒരു ഞൊടി ഫ്യൂ മിനിറ്റ്സിൽ നടന്ന് കാണും. ഞാൻ സംസാരിച്ച് വരുമ്പോൾ ടൈം എടുക്കണ്ടേ. വെള്ളത്തിൻ്റെ അടിയിൽ ഞാൻ കിടന്നത് പുറത്ത് വരുമ്പോൾ മേ ബി തല ഒരു 2 മിനിറ്റ് 3 മിനിറ്റേ കാണുള്ളൂ. അതിനകത്തായിരിക്കും സംഭവിച്ചത്. നന്നായിട്ട് സ്വിം ചെയ്യുന്ന ഒരാളാണ്. അതെ അതെ, അതും ഈ രക്ഷപ്പെടാനൊരു തീർച്ചയായിട്ടും എനിക്ക് ആ കോൺഫിഡൻസ് എനിക്ക് ഓർമ്മ വയ്ക്കുന്ന മുതൽ ഞങ്ങളുടെ അമ്മ വീട്ടിലെ ഒരു ഇതുണ്ടായിരുന്നു, കുളം ഉണ്ടായിരുന്നു. ഓർമ്മ വയ്ക്കുമ്പോൾ മുതൽ ഞാൻ സ്വിം ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വിമ്മിങ് തീർച്ചയായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പുറത്തോട്ട് വരാനുള്ളത് ഒരു കോൺഫിഡൻസ് കിട്ടി. ഇപ്പൊ നമ്മൾ ട്രെയിൻ യാത്രയിലാണ് ആ ഒരു ദുരന്തം ഉണ്ടാവുന്നത്. അതിന് ശേഷം ട്രെയിൻ യാത്രകൾ സാറ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഞാൻ കുറേ നാളത്തേക്ക് ട്രെയിനിൽ പോയില്ലായിരുന്നു. എനിക്ക് എന്തോ ഒരു പേടിയായിരുന്നു ട്രെയിനിൽ യാത്ര ചെയ്യാൻ. മാത്രമല്ല എനിക്ക് ആ ടൈം ആ ഒരു വർഷം എനിക്ക് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2 നേരോ എസ്കേപ്പ് ഫ്ലൈറ്റിലുണ്ടായിട്ടുണ്ട്. എനിക്കൊരു ബേർഡ് ഹിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിന് 2 സംഭവങ്ങളുണ്ട്. അങ്ങനെ ഞാൻ ട്രെയിനും നിർത്തി ഫ്ലൈറ്റും നിർത്തി. ഒരിക്കൽ ഞാൻ ബറോഡയ്ക്ക് ബസ്സിൽ പോയിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് ബോംബെ പോയി ബസ് വരെ. അത്രയും പേടിയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 2 വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. അന്ന് എൻ്റെ ഫ്രണ്ട്സ് എന്നെ തമാശയ്ക്ക് പറയായിരുന്നു, ജോസ് ഇസ് ട്രാവലിംഗ്, ഗോഡ് ബ്ലെസ് ദ ഡ്രൈവർ എന്ന് പറഞ്ഞു. ഫ്ലൈറ്റിൽ അത് പെട്ടെന്ന് പൈലറ്റ് അനൗൺസ് ചെയ്ത് ബേർഡ് ഹിറ്റാണ്, പക്ഷേ കുഴപ്പമില്ലാത്ത സ്ഥലത്താണ് ഗോയിങ് ടു ലാൻഡ് ഇറ്റ് ബി കുറച്ചൊരു ക്രാഷ് ലാൻഡിങ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ കുഴപ്പമൊന്നുണ്ടായി. അപ്പോൾ അതെല്ലാം ഒരു കാലത്ത് എനിക്ക് ഒരു ഫോബിയ പോലെ വന്നു, ട്രെയിനിൽ കയറാനും പ്ലെയിനിൽ കയറാനും. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം മാറി. ഇപ്പം പ്രശ്നമൊന്നുമില്ല. ഇപ്പം എല്ലാവരും യാത്ര ചെയ്യും. ഈ പെരുമണിലേക്ക് പിന്നെ പോയിട്ടുണ്ടോ സാർ? ഞാൻ പെരുമണിലെ ഒരിക്കൽ കാറിൽ പോയപ്പോൾ ഒരിക്കൽ അവിടെ പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആക്സിഡൻറ്റ് നമ്മൾ ആദ്യം ഇതിൽ നിന്ന് മീൻപിടുത്തക്കാർ നമ്മളെ രക്ഷിച്ച് കൊണ്ട് അവിടെ ഈ പുഴയുടെ തീരത്താണ്, കായലിൻ്റെ തീരത്താണ് എല്ലാവരും. ആ ഏരിയയിലും പോയി കണ്ടു. പഴയ ഓർമ്മകളെല്ലാം വന്നു. ഒരുപാട് ഇന്ത്യയുടെ ആൾക്കാർ ആ പുല്ല് നിറച്ച് അവിടെ മുഴുവനായിരുന്നു. പക്ഷെ അതെല്ലാം നാട്ടുകാരും പിന്നീട് അവിടെ കുറേ വർഷത്തേക്ക് അവിടെ നാട്ടുകാർക്കും ആ ഒരു പ്രത്യേക ഇതായിരുന്നു. പെരുമൺ ഏരിയയിൽ പോകുമ്പോൾ അവർക്ക് എപ്പോഴും അത് ഓർക്കാറുണ്ടെന്ന് പറയാറുണ്ട്. ഈ ദുരന്തത്തിനെ ചുറ്റിപ്പറ്റി കുറേ കിംവദന്തികൾ കേട്ടിരുന്നു. കാരണം ആ സമയത്തൊരു ടൊർണാഡോ ആണ് ഈ ദുരന്തത്തിന് കാരണമായത്. സാറ് ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അസ്വാഭാവികത അല്ലെങ്കിൽ അന്തരീക്ഷം? ഒരു ടൊർണാഡോ ഇല്ല, ഒന്നുമില്ലായിരുന്നു. ഒരു ചെറിയ ഡ്രിസിൽ ഉണ്ടായിരുന്നു, അല്ലാതെ ഒരു കൊടുങ്കാറ്റില്ല, വലിയ മഴയൊന്നുമില്ല. ഇത് ചുമ്മാ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയത്. അത് പിന്നീട് എനിക്കൊരു വലിയൊരു ഇതുണ്ടായി. ഞാനൊരിക്കൽ ബാംഗ്ലൂർക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ എൻ്റെ പുറകിലിരിക്കുന്ന ഒരാൾ ഈ ഡിസ്കഷൻ, ഈ പെരുമൺ ആക്സിഡൻറ്റ് കഴിഞ്ഞ് അടുത്താണ്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ട്രെയിൻ നിർത്തി പ്ലെയിൻ, ഒരാൾ വലിയ കാര്യമായിട്ട് ഈ ടൊർണാഡോ പറ്റിയെല്ലാം പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ ഞാനിത് കേട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്കിൽ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ ട്രെയിനിൻ്റെ യാത്ര ചെയ്തതാണ്. അന്നൊരു ടൊർണാഡോ ഇല്ല, ഒരു കൊടുങ്കാറ്റില്ല, മഴയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു നോ എന്ന് പറഞ്ഞ് എന്നെ അറിയാം. ഞാൻ പറഞ്ഞു ഡോണ്ട് ഗോ ഫോർ എൻ ആർഗ്യുമെൻറ്റ്. ഞാനന്ന് ഞാൻ എന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ച ഒരു കൊടുങ്കാറ്റ് ഉണ്ടായിട്ടില്ല, ഒരു ടൊർണാഡോ ഇല്ല. അന്നേരം പുള്ളി എന്നോട് പറഞ്ഞു എക്സ്ക്യൂസ് സർ, കെൻ ഐ ഹാവ് എ ടോക്ക് വിത്ത് എന്ന് വെച്ചു. എന്നിട്ട് ഇയാൾ അപ്പുറത്തെ സൈഡിൽ 3-4 സീറ്റ് ഒഴിഞ്ഞെടുത്ത് എന്നെ അവിടെ കൊണ്ടേ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, അപ്പോഴാണ് അയാൾ പറഞ്ഞു, ഞാനൊരു റെയിൽവേ സേഫ്റ്റി കമ്മീഷൻ്റെ ഒരാളാണ്. സാറ് പറഞ്ഞ 100% കറക്റ്റാണ്. ഇപ്പം ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ടൊർണാഡോ? അപ്പോഴാണ് പുള്ളി പറയുന്നത്, അന്ന് ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ട്രെയിനിൻ്റെ ആക്സിഡൻറ്റ് ഉണ്ടാവാൻ കാരണം തന്നെ പുള്ളി പറഞ്ഞു അവിടെ ഒരു ഓൾറെഡി കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ റെയിൽവേ ഈ അഷ്ടമുടി കായൽ പെരുമൺ ബ്രിഡ്ജിന് മുമ്പ് ട്രാക്ക് അതൊരു ബെൻഡായിട്ടുണ്ട്, എസ് ഷേപ്പിൽ ബെൻഡുണ്ട് ഈ ബ്രിഡ്ജിൽ കയറി, അത് വീക്കാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ടീമിന് പറ്റുന്നുണ്ടായിരുന്നു. അന്നേരം ചെറിയ ഡിസിലുണ്ടായിരുന്നു. സാറ് പറഞ്ഞ പോലെ ടൊർണാഡോ ഒന്നുമില്ല. അപ്പോൾ അവരവിടെ അടുത്ത് തന്നെ ഒരു ചായക്കടയിൽ കയറി, പണിക്കാരവിടെ ചായക്കടയിൽ കയറി അവിടെ ഭക്ഷണം കഴിക്കും. അപ്പോൾ ഈ ഒരു ചുവന്ന കൊടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ട്രാക്കിൻ്റെ അവിടെ. പക്ഷേ സാധാരണ വരുന്ന അതത്ര വലിയൊരു ട്രാക്കിൻ്റെ ഡിഫക്റ്റ് അല്ല. സാധാരണ വരുന്ന ഡ്രൈവേഴ്സിന്, സ്ഥിരം പോകുന്ന ഡ്രൈവേഴ്സ്, മദ്രാസ് മെയിൽ, ബോംബെ, ഇതെല്ലാം എല്ലാവർക്കും അറിയാം ഇവിടെ വീക്കാണെന്നുണ്ട്, അവർ സ്ലോ ഡൗൺ ചെയ്യും.
അയാൾ പറഞ്ഞു നമ്മൾ സാധാരണ കാറിൽ പോകുമ്പോൾ റോട്ടിൽ സ്ഥിരം പോകുന്ന റൂട്ടാണെങ്കിൽ നമ്മൾ കുഴികളുണ്ടെങ്കിൽ അവിടെ സ്ലോ ചെയ്യുന്ന പോലെ എല്ലാവരും സ്ലോ ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഡ്രൈവർ പുള്ളി പാസഞ്ചർ ട്രെയിനിൽ ആയിരുന്നു. അയാളെ പ്രൊമോട്ട് ചെയ്ത് അയാളുടെ ഫസ്റ്റ് ജേണിയാണ് ഈ ഈ ഐലൻഡ് എക്സ്പ്രസ്സിൽ. അപ്പോൾ അയാൾക്ക് ഇവിടെ ഈ ട്രാക്ക് വീക്കാണെന്നുള്ളത് അറിയില്ല. അയാൾ വന്ന് ഓരോ ഇതിൻ്റെ ഏരിയയിൽ ഇത്ര സ്പീഡ് ഉണ്ട്, ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് വന്നു. അങ്ങനെയാണ് ഡീറെയിൽ ചെയ്ത്. 2 എഞ്ചിനും ഒരു ബോഗി ബ്രിഡ്ജ് ക്രോസ് ചെയ്തു. നടുക്കുള്ള 9 ബോഗിയാണ് വെള്ളത്തിൽ കായലിൽ വീണത്. പുറകിലത്തെ 2 ബോഗി അവിടെ വീണില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഈ ഒരാളെ സാക്കി എന്തെങ്കിലും സസ്പെൻഡ് ഉടനെ സമരമാണ്. അത് ഈ സമരം അല്ലെങ്കിൽ ലേബർ മറ്റേ അൺറസ്റ്റിന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും സംഭവിച്ചു. അതുകൊണ്ടാണ് അന്ന് ആരോ സജസ്റ്റ് ചെയ്തു ടൊർണാഡോ എന്ന് പറഞ്ഞ് പേരിട്ടു. അല്ലാതെ ഒരു ടൊർണാഡോ അതുണ്ടായിട്ടില്ല. അത് ചുമ്മാ ഒരു പറഞ്ഞ് ഇപ്പോൾ ഡിഫറെൻറ്റ് റീസൺ. അതല്ലെങ്കിൽ ഒത്തിരി പേര് ഇതിനകത്ത് ഈ എൻജിനീയേഴ്സിന് ഈ കോൺട്രാക്ട് ഇൻഫോം ചെയ്ത് അവർ കറക്റ്റായിട്ട് ചെയ്യാത്ത അവരുടെ ക്വസ്റ്റ്യൻസ് വരും. ഒരുപാട് പേർക്ക് അത് പ്രശ്നം എഫക്റ്റ് ചെയ്യും. എന്തുകൊണ്ട് ഇത്ര ടൈമിൽ ഈ റിപ്പയർ വർക്ക് ചെയ്തില്ല 100 ക്വസ്റ്റ്യൻസ് വരും. അതെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോ പറഞ്ഞു അന്ന് ഇത് ടൊർണാഡോ എന്ന് പറഞ്ഞ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ആ ദുരന്തത്തിൽ അന്ന് പരിക്ക് പറ്റിയവർക്കും മരിച്ചവർക്കും ഒക്കെ നഷ്ടപരിഹാരമൊക്കെ കൊടുത്തിരുന്ന അതിനെക്കുറിച്ച് കേട്ടിരുന്നു. അന്നത്തെ കാലത്ത് പക്ഷേ നഷ്ടപരിഹാരം വളരെ കുറവായിരുന്നു. സാറിന് കിട്ടിയിരുന്നോ? എനിക്ക് വളരെ എന്തോ ഒരു നോമിനൽ ഈവൻ പറയാൻ ഒരു ചെറിയൊരു ഒരു ഫ്യൂ തൗസൻഡ്സ് എന്തെങ്കിലും. അന്ന് മരിച്ചാൽ തന്നെ അന്നത്തെ മാക്സിമം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 1 lakh അങ്ങോട്ടേ ഉള്ളൂ. മരിച്ചാൽ തന്നെ മേജർ ഇഞ്ചുറി ഒക്കെ വന്നിട്ട് വളരെ കുറവ്. അത് കഴിഞ്ഞിട്ട് മറ്റ് റോഡ് ആക്സിഡൻസിനെല്ലാം അന്നും കുറേ നല്ല ട്രെയിൻ ആക്സിഡൻറ്റിന് ഇതിനകത്ത് സർവേ ചെയ്യുന്നവർക്ക് പൊതുവേ കോമ്പൻസേഷൻ കുറവായിരുന്നു. അതിനുശേഷം ഞാൻ മനസ്സിലാക്കിയത് കുറേ റിവൈസ് ചെയ്തിരുന്നു. പക്ഷെ അന്ന് തീരെ കുറവായിരുന്നു. മരിച്ചവർക്കെല്ലാം എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് 1 lakh എന്നങ്ങോട്ടേ ഉള്ളൂ, ഓർ മാക്സിമം 2 lakhs. ഇപ്പോൾ വിശ്രമ ജീവിതമാണ്. ഇപ്പോൾ ഞാൻ ഒരു ഓൾഡ് ഏജ് ഹോമിൽ സീനിയർ സിറ്റിസൺ ഹോം ആലുവയിലാണ്, ചാക്കോ ഹോംസ് എന്ന് പറയും. ഇവിടെ വന്നിട്ടൊരു വർഷം കഷ്ടിയാവുന്നു. പക്ഷേ ഇവിടെ പൊതുവെ നല്ല അറ്റ്മോസ്ഫിയറാണ്, ഒരു ഹോംലി അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഭക്ഷണമാണെങ്കിൽ വലിയ ലക്ഷറി അല്ലെങ്കിലും ഹോംലി ഫുഡാണ്. പൊതുവെ എല്ലാവരും വളരെ ഒരു ഫ്രണ്ട്ലി ആൾക്കാരാണ്. ഒരു റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കാണ് ഇത് തുടങ്ങിയതൊരു ചാക്കോ എന്ന് മലയാള മനോരമയുടെ ഫൗണ്ടറിൻ്റെ ബ്രദർ ചാക്കോ എന്ന് പറഞ്ഞ അങ്ങോരാണ് ഇത് തുടങ്ങിയത്. അങ്ങോരാണ് 40-50 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് ഡൊണേറ്റ് ചെയ്ത്. അവിടെയാണ് ഈ 196 പേര് ഇവിടെ താമസിക്കുന്നുണ്ട്, പ്രായമുള്ളവർ. ഒരുപാട് മെമ്മറീസ് സൂക്ഷിക്കുന്ന ഒരാളാണ്. സാറിൻ്റെ റൂമിലൊക്കെ ആണെങ്കിലും ഫോട്ടോഗ്രാഫ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു അനുഭവം പെരുമൺ ദുരന്തത്തിനെ കുറിച്ച് സാറിന് എപ്പോഴാണ് എഴുതണമെന്ന് തോന്നിയത്? സാർ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. ഞാനിതിനു മുമ്പ് പണ്ട് ഇങ്ങനെ ലേറ്റസ്റ്റ് എഡിറ്ററിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതാറുണ്ട് സ്ഥിരമായിട്ട്. അന്നത്തെ കാലത്ത് ഇപ്പോഴെല്ലാം നിർത്തി. അന്നത്തെ കാലത്ത് ഞാൻ ഇതിനെപ്പറ്റി 1-2 പ്രാവശ്യം ഇങ്ങനെ പല ഒപ്പീനിയൻസ് ഈ ടൊർണാഡോയെ പറ്റി പറഞ്ഞു. ഇപ്പോൾ അതിൻ്റെ കറക്റ്റ് ചെയ്യണത് ഞാൻ അന്നത്തെ ലേറ്റസ്റ്റ് എഡിറ്റിൽ എഴുതാറുണ്ട്. പക്ഷേ ഞാൻ ഈ ആർട്ടിക്കിൾ എഴുതാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ചാക്കോ ഹോംസിലെ എല്ലാ വെനസ്ഡേയും വി ഹാവ് എ ഫാമിലി മീറ്റിംഗ്, ഒരു പ്രെയർ മീറ്റിംഗ് ഉണ്ട്. പിന്നെ ഒരു ഈവനിങ്ങിൽ വരും. അപ്പം അതിന് ഓരോ ടോപ്പിക്കിൽ സംസാരിക്കുമ്പോൾ അന്നത്തെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്നോട് റിക്വസ്റ്റ് ചെയ്തപ്പോഴാണ് ഐ ഗിവ് എ ടോക്ക് അബൌട്ട് ദിസ് പെരുമൺ ട്രെയിൻ ആക്സിഡൻറ്റ്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഡയറക്ടർ മിസ്റ്റർ പുന്നൂസ് എന്നോട് ഒരു ആർട്ടിക്കിളായിട്ട് തരാമെന്ന് വെച്ചു. എന്നുവെച്ചാൽ ഇവിടുന്ന് ഒരു ചർച്ച് മാഗസിൻ എല്ലാ മാസം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ആർട്ടിക്കിൾ ഈ മാഗസിന് വേണ്ടി മിസ്റ്റർ പുന്നൂസിൻ്റെ റിക്വസ്റ്റ്, ഇപ്പോഴത്തെ പ്രസൻറ്റ് ഇതിൻ്റെ ഡയറക്ടറുടെ റിക്വസ്റ്റിലാണ് ഞാനത് എഴുതിയത്. അങ്ങനെയാണ് ഈ ചർച്ച് മാഗസിൻ്റെ ഇത് വന്നത്, ഈ ആർട്ടിക്കിൾ വന്നു പെരുമണ്ണെ പറ്റി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1-2 പേരുടെ ലേറ്റസ്റ്റ് എഡിറ്റിലെല്ലാം നല്ല അഭിപ്രായങ്ങളെല്ലാം വന്നു. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഒരു ആർട്ടിക്കിളും കൂടെ ഈ പറഞ്ഞ പൊന്നു സാറ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഐ ഗേവ് എ ടോക്ക് അബൌട്ട് ദി ഓൾഡ് ഏജിനെ പറ്റി. പിന്നെ ഞാൻ കൊടുത്ത ടോപ്പിക്ക് ഓൾഡ് ഏജ് ഈസ് ഓഡിയൽ എന്നാണ് സാധാരണ പറയാം. ഞാൻ എൻ്റെ ടോപ്പിക്കിൽ ഓൾഡ് ഏജ് ഈസ് നോട്ട് എൻ ഓഡിയൽ, ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. അപ്പോൾ അതിനെ പറ്റിയപ്പോൾ എന്നോട് ഇപ്പോൾ ഈ പൊന്നു സാർ ഒരു റൈറ്റപ്പ് ഞാൻ ചോദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുള്ളിയുടെ അടുത്ത മാസം എന്നാണ് ഓൾഡ് ഏജ് ഡേ ആണെന്നാണ്. അപ്പോൾ അന്ന് he is planning to put that my article on old age.
എനിക്കിങ്ങനെ ആർട്ടിക്കിൾ എഴുതിയൊന്നും വലിയ ശീലമില്ലാത്ത ആളാണ്. എൻ്റെ സർക്കംസ്റ്റൻസസ് മെയ്ഡ് മീ ടു റൈറ്റ്, ദാറ്റ്സ് ഓൾ. സാറിന്റെ ഒരു ലോങ് ജേർണിയാണ് ഇപ്പോൾ ഈ വാക്കുകളിലൂടെ ഓർമ്മകളിലൂടെ നമ്മളുമായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ ഒരുപാട് നന്ദി സാർ. യു ആർ വെൽക്കം. താങ്ക് യു.